അതിർത്തിയിൽ പടയൊരുങ്ങുക തന്നെയാണ്. വ്യോമത്താവളങ്ങളിലേക്ക് ഇന്ത്യ യുദ്ധവിമാനങ്ങൾ എത്തിക്കുന്നു. അറബിക്കടലിൽ പടക്കപ്പലുകൾ വിന്യസിക്കുന്നു. ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നു. കരുതിയിരുന്നാൽ മാത്രം മതിയാകില്ല ഇനി നമ്മുടെ അയൽ രാജ്യത്ത്. കരയിലും ആകാശത്തും ജാഗരൂകരാകുകയാണ് ഇന്ത്യൻ സൈന്യം. ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാക് നടത്തിയ വെടിവെപ്പിന് ശക്തമായ മറുപടി നൽകിക്കഴിഞ്ഞിരിക്കുന്നു കരസേന. ഒപ്പം സെൻട്രൽ സെക്ടറിൽ എക്സസൈസ് ആക്രമണം എന്ന വലിയ യുദ്ധാഭ്യാസം നടത്തി വ്യോമസേനയും നൽകിയിരിക്കുന്നു മുന്നറിയിപ്പ്. പഞ്ചാബിലെ അംബാലയിലും പശ്ചിമ ബംഗാളിലെ ഹാഷിമാരയിലും വ്യോമസേന 2 റാഫേൽ സ്ക്വാഡ്രണുകളെ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം 2 ഭീകരരുടെ വീടുകൾ സേന തകർത്തതായുള്ള വാർത്തകളും വരികയാണ് ഈ നിമിഷത്തിൽ. വ്യക്തമാണ്, പാകിസ്ഥാൻ സൈനിക നയതന്ത്രജ്ഞരെ പുറത്താക്കലും 6 ദശാബ്ദത്തിലേറെ പഴക്കമുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കലും അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടലും കൊണ്ട് മാത്രം തീരുകയില്ല ഇന്ത്യയുടെ തിരിച്ചടി. റഫാൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ അതിർത്തിയിലേക്ക് എത്തിക്കുകയാണ് രാജ്യം. മുന്നിലുള്ളത് യുദ്ധമാണ്. തയ്യാറെടുപ്പും മുന്നറിയിപ്പുമാണോ നമ്മുടെ സേനകൾ നടത്തുന്നത്? നിർണായകം. രാജ്യം ഉറ്റുനോക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ.